ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ടിക് ടാക്ക് വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പല കളേഴ്സിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ടിക് ടാക്ക് എടുത്തിട്ടുണ്ട്. ഇത് 1/4 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ്. ഇത് ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ആ ടിക് ടാക്കിൻ്റെ അളവ് നോക്കിയിട്ട് എത്രയാണെന്ന് പറഞ്ഞ് എടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ ചെറിയ ടിക് ടാക്ക് ആവും, ചിലപ്പോൾ കുറച്ച് വലുപ്പമാണ്. അപ്പോൾ ഏതാണോ അത് നോക്കിയിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് എത്രയാണോ എടുത്താൽ മതി. ഇതേപോലെ നമ്മൾക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം എന്നില്ല. B7000 ആ ഗ്ലൂ ആണെങ്കിൽ ഏത് ഗ്ലൂ ആണ് നല്ലോണം ഒട്ടുന്നത് അത് വെച്ചിട്ട് അതിൽ ഒട്ടിക്കുക കേട്ടോ. ഇതാ സാറ്റിൻ റിബണിൻ്റെ ഇതേപോലത്തെ 28 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി ടിക് ടാക്കിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. സെൻറ്റർ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നന്നായി ടൈറ്റായിട്ട് ഇത് ചുറ്റിയെടുക്കണം. ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ചുറ്റി കൊടുക്കുക. ഈ ഒരു ടിക് ടാക്കിലുള്ള ഈ ഒരു മോഡല് ഷോപ്പിലൊക്കെ നല്ലോണം സെയിലുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇത് ഹെയർ ബാൻഡിനേക്കാളൊക്കെ നല്ലോണം സെയിലുള്ള ഒരു മോഡലാണിത്. ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് കട്ട് ചെയ്യുക. ബാക്കി വരുന്ന ഭാഗം നിങ്ങളിത് തുടക്കക്കാരാണെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും മൂന്നാമത് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട്.
ബാക്കി നിൽക്കുന്ന ആ ഭാഗം പതുക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നെറ്റിൻ്റെ ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. 10 സെൻറ്റിമീറ്റർ നീളത്തിലും 10 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള നെറ്റിൻ്റെ ഒരു ഫാബ്രിക്ക്. ഇതേപോലെ ഒന്ന് നമ്മൾക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് 2 സൈഡും അതിൻ്റെ സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതേപോലെ ഒരു ബോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കാനാണ്. അതിനായി സാറ്റിൻ റിബൺ 30 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് കേട്ടോ. ഇത് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്, അതിൻ്റെ അറ്റം വരെ. എന്നിട്ട് 2 ഭാഗവും ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുക ടൈറ്റായിട്ട്. അപ്പം അതൊരു ചെറിയൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടത്. ഇതേപോലെ ചെറിയൊരു കഷ്ണം സാറ്റിൻ റിബൺ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിന് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അത് നമുക്കിത് ടിക് ടാക്കുമ്പോൾ ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതുമായി ഈ ഫ്ലവർ തന്നെ വേണമെന്നൊന്നുമില്ല. ബീഡ്സ് ആണെങ്കിലും അതുമായി സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് ബീഡ്സ് എടുത്ത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഫ്ലവർ ഉണ്ടാക്കി ഒട്ടിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും. ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് എടുത്ത് അവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.